ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. 2022 വേൾഡ് കപ്പിന് ശേഷം ഒരുപാട് പരിശീലകരെ ബ്രസീൽ ദേശീയ ടീമിന് പരീക്ഷിക്കേണ്ടി വന്നിരുന്നു. 3 പരിശീലകരെയാണ് അവർ മാറ്റിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പുറത്തായത് ഡൊറിവാൽ ജൂനിയർ ആയിരുന്നു. അതിനുശേഷം ജോർഹെ ജീസസ് ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. CBF അതിനു വേണ്ടി തന്നെയായിരുന്നു ശ്രമങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ജോർഹെ ജീസസ് എത്തിയില്ല. പിന്നീട് കാർലോ ആഞ്ചലോട്ടിയെ ബ്രസീലിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ജോർഹെ ജീസസ് ഇപ്പോൾ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബ്രസീലിൻ്റെ ഓഫർ വന്നപ്പോൾ അത് താൻ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അൽ ഹിലാലിൽ തന്നെ തുടരാനായിരുന്നു തൻ്റെ തീരുമാനം. പക്ഷേ ആ ഓഫർ നിരസിച്ചത് തെറ്റായിപ്പോയി എന്നുള്ളത് താൻ മനസ്സിലാക്കുന്നു എന്നതുകൂടി ജോർഹെ ജീസസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ അൽ ഹിലാലിലായിരുന്ന സമയത്ത് ബ്രസീൽ ദേശീയ ടീം എന്നെ സമീപിച്ചിരുന്നു. ഞാൻ അന്ന് അവരുടെ ഓഫർ നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രസീൽ ടീമിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കാരണം എൻ്റെ മുഴുവൻ കമ്മിറ്റ്മെന്റും അത് അൽ ഹിലാലിൽ മാത്രമായിരുന്നു. പക്ഷെ അന്ന് ബ്രസീലിനെ നിരസിച്ചത് തെറ്റായിപ്പോയി. ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. അത്തരത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു അത്. ഇതാണ് ജോർഹെ ജീസസ് ESPN ബ്രസീലിനോട് പറഞ്ഞിട്ടുള്ളത്. അതായത് അന്ന് ബ്രസീലിന്റെ ഓഫർ നിരസിച്ചത് തെറ്റായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് കാർലോ ആഞ്ചലോട്ടിയെ ബ്രസീൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ ജോർഹെ ജീസസ് ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും കാർലോ ആഞ്ചലോട്ടിയുമായി ഒരു ധാരണയിൽ എത്താൻ CBFന് സാധിക്കുകയായിരുന്നു. ഇപ്പോൾ ജോർഹെ ജീസസ് അൽ നസറിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.